ഭൂമിക്കടിയിൽ സ്വർണശേഖരം കണ്ടെത്തിയ വാർത്ത സൗദി അറേബ്യയിൽ നിന്നും ചൈനയിൽ നിന്നും വന്നിരുന്നു. സ്വർണവില ഓരോ ദിവസവും കൂടി വരുന്ന വേളയിൽ ഏവരെയും ആകർഷിക്കുന്നതായിരുന്നു ഈ വിവരങ്ങൾ. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിലുള്ള സ്വർണഖനിയും വാർത്തകളിൽ നിറഞ്ഞിരുന്നു. ലോകത്തെ പ്രധാന സ്വർണഖനികളിലൊന്നാണ് പാകിസ്ഥാനിലേത്. എന്നാൽ ഏറ്റവും കൂടുതൽ സ്വർണമുള്ള ഖനി പാകിസ്ഥാനിലോ ചൈനയിലോ സൗദി അറേബ്യയിലോ അല്ല, അത് അമേരിക്കയിലാണ്. അമേരിക്കൻ സാമ്പത്തിക രംഗം കൂടുതൽ ആകർഷകമാക്കാനുള്ള കാരണങ്ങളിലൊന്ന് ഈ സ്വർണഖനിയാണ്. അമേരിക്കയിൽ എവിടെയാണ് ഈ ഖനി? എത്ര സ്വർണം ഇവിടെയുണ്ട്? അത് നമുക്കൊന്ന് നോക്കാം. ഒരു രാജ്യത്തിന്റെ കടം വാങ്ങുന്ന ആളുകളെ അളക്കുന്നത് അവർക്ക് എത്ര സ്വർണം കരുതലായുണ്ട് എന്ന് നോക്കിയാണ്. അതുകൊണ്ടാണ് എല്ലാ രാജ്യങ്ങളും അവരാൽ കഴിയും വിധം സ്വർണം വാങ്ങി ശേഖരിക്കുന്നത്. സ്വർണം വാങ്ങുന്നത് കൂട്ടുമ്പോൾ സാമ്പത്തിക ഭദ്രത ഊട്ടിയുറപ്പിക്കുകയാണ് എല്ലാ രാജ്യങ്ങളും. കഴിഞ്ഞ വർഷം 131.4 ദശലക്ഷം സ്വർണമാണ് ലോകത്ത് ഉൽപ്പാദിപ്പിച്ചത്. ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈനയാണ്. ഓസ്ട്രേലിയയും റഷ്യയുമാണ് 2-3 സ്ഥാനങ്ങളിൽ. എന്നാൽ ഈ 3 രാജ്യങ്ങളിലുമല്ല ഏറ്റവും വലിയ സ്വർണഖനി, അത് അമേരിക്കയിലെ നെവാദയിലാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന 5ാമത്തെ രാജ്യമാണ് അമേരിക്ക. പ്രതിവർഷം 9,420 കോടി കിലോ സ്വർണം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നതാണ് വടക്കൻ നെവാദയിലെ സ്വർണഖനി. ഭൂമിക്കടിയിൽ 10 ഖനികളാണ് ഇവിടെയുള്ളത്. തുറസായ 12 സ്വർണഖനികൾ വേറെയും. ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ ഖനന കമ്പനിയായ ബാരിക് ഗോൾഡിലാണ് ഈ ഖനിയുടെ പ്രധാന ഓഹരി പങ്കാളിത്തം. 2019 ജൂലൈയിലാണ് നെവാദയിൽ സ്വർണ്ണഖനി പ്രവർത്തനം തുടങ്ങിയത്. ലോകത്തെ മിക്ക സ്വർണ്ണഖനികളും നിയന്ത്രിക്കുന്നത് ബാരിക് ഗോൾഡ് ആണ്, പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിലേത് ഉൾപ്പെടെ. ഇവിടെ പാകിസ്ഥാൻ സർക്കാരിന്റെ ഓഹരി വാങ്ങാൻ സൗദി അറേബ്യ ശ്രമിക്കുന്നുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ സ്വർണശേഖരം കൈവശമുള്ളത് ചൈനയ്ക്കാണ്. ചൈനയിലെ ഹുനാൻ പ്രവിശ്യയിൽ അടുത്തിടെയാണ് ഈ സ്വർണശേഖരം കണ്ടെത്തിയത്. 1000 മെട്രിക് ടൺ ഗുണമേന്മയുള്ള സ്വർണശേഖരം ഇവിടെയുണ്ടെന്നാണ് ചൈനീസ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. 8300 കോടി ഡോളറിന്റെ സ്വർണം ഇവിടെയുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. ദക്ഷിണാഫ്രിക്കയിലെ സൗത്ത് ദ്വീപിലാണ് ഇതിനു മുമ്പ് ഏറ്റവും കൂടുതൽ സ്വർണശേഖരം കണ്ടെത്തിയിരുന്നത്.